BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങൾ കാണുകയാണ്. ഇതുവരെ 60-70 കൊല്ലമായിട്ട് പിന്നെ കോൺഗ്രസും LDFും ചെയ്ത ഒരു ഓപ്പർച്യൂണിസ്റ്റിക് രാഷ്ട്രീയമായിരുന്നു. വികസനമൊന്നും ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു രണ്ട് നെറേറ്റീവ്. ഇവിടെ ഒരു നെറേറ്റീവ് BJPൻ്റെ വികസന രാഷ്ട്രീയം, മറ്റേത് LDFും UDFും എത്രയോ കൊല്ലം ആയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിസ്റ്റിക് രാഷ്ട്രീയം, ഒരു അവസരവാദ രാഷ്ട്രീയം, വികസന വിരുദ്ധ രാഷ്ട്രീയം, ഒരു പ്രീണന രാഷ്ട്രീയം. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റായിട്ട് BJP NDA ഒരു വികസന രാഷ്ട്രീയത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും എന്നാണ് ഞങ്ങളുടെ പാർട്ടീൻ്റെ ഒരു തീരുമാനം. അതെല്ലാം അതിപ്പോൾ LDFും UDFും പറയും. അത് അവർക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ലല്ലോ. നോക്കൂ, ഈ ഇലക്ഷനും ഇനി ഇവിടെ വരുന്ന ഈ നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ ഇലക്ഷനും, ലോക്കൽ ബോഡി, ഈ ബൈ ഇലക്ഷൻ, അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ, ഈ ഇലക്ഷനിൽ രണ്ട് മുന്നണികളാണ്. ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടും അതിൻ്റെ കഴിവും താല്പര്യം കാണിച്ച ഒരു മുന്നണി, അത് NDA. മറ്റേ ഭാഗം ഒരു UDFും LDFിൻ്റെ 60-70 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത, ജനങ്ങളുടെ മനസ്സിലും വിഷം നിറച്ച് പ്രീണന രാഷ്ട്രീയം വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന ഒരു അവസരവാദ രാഷ്ട്രീയം. ഇതാണ് ചോയ്സ്, ജനങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഇതാണ്. രണ്ട് മുന്നണികൾ, ഒന്ന് NDA BJP NDA, മറ്റേത് LDF UDF ഇന്ത്യ അലയൻസിൻ്റെ 60-70 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത രണ്ട് മുന്നണികൾ. അപ്പോൾ ഇതാണ് ചോയ്സ് ജനങ്ങളുടെ മുമ്പിൽ. ജനങ്ങൾ തീരുമാനിക്കും. ഇവിടെ നിലമ്പൂരിലും തീരുമാനിക്കും, ലോക്കൽ ബോഡി ഇലക്ഷനിലും തീരുമാനിക്കും, അസംബ്ലി ഇലക്ഷനിലും തീരുമാനിക്കും. അല്ല, അത് ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്, മീഡിയ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ശക്തമായിട്ട് അവിടെ ഞങ്ങളുടെ മെസ്സേജ് മുമ്പോട്ട് വയ്ക്കും. ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും. അത് ഞാൻ വന്ന മുതൽ പറയുന്ന ഒരു കാര്യമാണ്. എത്രയോ കൊല്ലമായിട്ട് നമ്മൾ ഇവിടെ ഈ നാടിൻ്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത രണ്ട് മുന്നണികൾ കണ്ടിട്ടുണ്ട്, അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് UDFും LDFും. കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ എന്ത് നടന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ 60 കൊല്ലം 40 കൊല്ലം ഈ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളെല്ലാവർക്കും അറിയാം, നിലമ്പൂർ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഞങ്ങൾ 11 കൊല്ലം നരേന്ദ്രമോദിജി ഈ നാട്ടിന്, ഇന്ത്യക്ക് എന്ത് ചെയ്തു, ഇവിടെ 10 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ LDF എന്ത് ചെയ്തില്ല, അതിന് മുമ്പ് കോൺഗ്രസ്സിന് അവസരം കൊടുത്തപ്പോൾ അവർ എന്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ജനങ്ങൾ തീരുമാനിക്കും എന്താണ് അവർക്ക് വേണ്ടത്. നോക്കൂ, ഈ കോൺഗ്രസും LDFിൻ്റെ അഴിമതി ഒരു ചർച്ചാ വിഷയമാണ്. അത് ഞങ്ങളെല്ലാം ആക്കുന്നത്. ജനങ്ങൾക്ക് നോക്കൂ, പാർട്ടി ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുക്കുമ്പോൾ പാർട്ടി UDF ആണോ LDF ആണോ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അഴിമതി ചെയ്തു, വികസന വിരുദ്ധ പദ്ധതികൾ ഒരു അപ്രോച്ച് അവർ ചെയ്തു, അത് ജനങ്ങൾ തന്നെ തീരുമാനിക്കും. അവർ ചോദിക്കുന്നു. ഇങ്ങനെ 10 കൊല്ലം മുമ്പ് 2014 ഒരു അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ എന്താണ് LDF ചെയ്തത്? അതിനു മുമ്പ് കോൺഗ്രസ്സിന് എത്ര അവസരം കൊടുത്തില്ലേ? അവർ എന്ത് ചെയ്തു? 10 കൊല്ലം 2004 മുതൽ 2014 UPA സർക്കാരിന് 8 മന്ത്രിമാരുണ്ടായിരുന്നില്ലേ? കേരളത്തിന് 8 മന്ത്രിമാരുണ്ടായിരുന്നില്ലേ? അവർ നാടിന് വേണ്ടി എന്ത് ചെയ്തു? നിലമ്പൂരിന് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അത് ജനങ്ങൾ അറിയില്ലേ? അത് ജനങ്ങൾ തീരുമാനിക്കും. ഇത് മതിയോ, നമുക്ക് ഇവിടെ മാറ്റം വേണ്ടേ? അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഞങ്ങൾ മാറ്റം കൊണ്ടുവരാൻ കഴിവും താല്പര്യമുള്ള ഒരു പാർട്ടിയാണ്. 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്നത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അത് ശക്തമായിട്ട് പറയും. ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് നിലമ്പൂറാണോ മലപ്പുറമാണോ എവിടെയാണെങ്കിലും ജനങ്ങൾക്ക് മടുത്തു. ഈ ഒരു പഴയ രാഷ്ട്രീയം, വാഗ്ദാനം കൊടുത്ത് നുണയം പറഞ്ഞ് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രാഷ്ട്രീയം ജനങ്ങൾ മടുത്തു. ഈ പുതിയ തലമുറയ്ക്ക് തൊഴിൽ വേണം, സ്കില്ല് വേണം, വിദ്യാഭ്യാസം വേണം, അവസരങ്ങൾ വേണം. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ശരി.